നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഇപ്പോൾ ദില്ലിയിൽ. ഫെമിനയാണ് ചേരുന്നത്. ഫെമിന, ഇതാ ഉയർന്നു വരുന്ന ശബ്ദങ്ങളെ, പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള സ്വരം. വെറും അകത്തേക്ക് പോകാൻ അനുവാദം ചോദിച്ച വിദ്യാർത്ഥികൾ നേരെ തിരിച്ചിരിക്കുന്നത്. അതുപോലും തടഞ്ഞുകൊണ്ടാണ് നമ്മുടെ പോരാട്ടം തുടരും. അതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് തന്നെ. ഇത് ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല. നമ്മൾ കാണുന്നതാണ് എല്ലാ രീതിയിലും എങ്ങനെയാണ് വിദ്യാർത്ഥി സമരങ്ങളെ ഇവർ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്, തടയാൻ ശ്രമിക്കുന്നത്. വിദ്യാർത്ഥികളെയും സ്ത്രീകളെയും വലിയ രീതിയിലാണ് ആക്രമിക്കുന്നത് ഇവിടെ. വിദ്യാർത്ഥികളെ, പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ വലിച്ചയച്ചുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് നീക്കുകയാണ്. NTA ആസ്ഥാനത്തേക്ക് വലിയ പ്രതിഷേധമാണ് SFI സംഘടിപ്പിച്ചത്. ആ പ്രതിഷേധത്തിനെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് അവിടെ ദില്ലിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ദില്ലിയിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഒരിഞ്ച് പോലും ആ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് SFI അടക്കമുള്ള പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ തുടരുന്നത്. അതിനെയൊക്കെ അടിച്ചമർത്താനുള്ള നീക്കമാണ് ഇപ്പോൾ എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് കാണാനായി സാധിക്കുന്നത്. വലിയ പ്രതിഷേധമുയരുന്നു. Peacefully protesting. पुलिस अरे बारिश को रुकवा लेना बाटी no uniform. चलो मैडम People in no uniform have been manhandling students. When asked about their IDs, no ID proof, no uniform, beating of the students like anything, treated like animals, and they're asking that our fellow students who have been killed, institutional murders by Dharmendra Pradhan and this National Testing Agency, we are asking for the cost of their lives. എന്തായാലും പോലീസിനെതിരെ അടക്കം വലിയ ആരോപണങ്ങളാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. സമാധാനപരമായിട്ട് അവിടെ സമരം ചെയ്തുകൊണ്ടിരുന്നവരെ യൂണിഫോം പോലും ഇല്ലാതെ എത്തിയ പോലീസുകാർ മർദ്ദിക്കുകയായിരുന്നു. ID കാർഡ് അടക്കം ചോദിക്കുന്ന സാഹചര്യം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ ID കാർഡ് നൽകുന്ന ഒരു നീക്കമൊന്നും ഉണ്ടായില്ല. അത്തരത്തിലുള്ള രേഖകളൊന്നും പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞ് എത്തിയവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. എന്തായാലും അതിക്രൂരമായ മർദ്ദനമാണ് വിദ്യാർത്ഥികൾ നേരിടേണ്ടി വന്നതെന്നും ഞങ്ങളുടെ സഹപാഠികളാണ് അവർക്കാണ് ജീവൻ നഷ്ടമായതെന്നും ധർമ്മേന്ദ്ര പ്രധാനാണ് അവരുടെ ജീവൻ അപഹരിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ആ വിദ്യാർത്ഥിനി വിശദീകരിച്ചത്. ഫെമിന ദില്ലിയിൽ നിന്ന് തുടരുകയാണ്. ഫെമിന, വലിയ പ്രതിഷേധമാണ് SFIയുടെ ഭാഗത്തു നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഓഫീസിലേക്ക് ഉണ്ടായത്. എന്തായാലും സമാധാനപരമായി SFI നടത്തിക്കൊണ്ടിരുന്ന ഒരു സമരം, അതിനെ അടിച്ചമർത്താനുള്ള നീക്കമാണ് ഇപ്പോൾ. അവർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ യൂണിഫോം പോലും ഇല്ലാതെ എത്തിയ ആളുകൾ, പോലീസ് എന്ന് അവകാശപ്പെട്ട് മാത്രം എത്തിയ ആളുകൾ വലിയ തോതിലുള്ള ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? അധ്യക്ഷേ, വിദ്യാർത്ഥികൾ പറയുന്നതനുസരിച്ച് യൂണിഫോം ഇല്ലാതെ ID കാർഡ് ഇല്ലാതെ വന്നവർ തങ്ങളെ മർദ്ദിക്കുകയായിരുന്നു, നിർബന്ധിച്ച് വണ്ടിയിൽ കയറ്റുന്നത്. ഇത്തരത്തിൽ യൂണിഫോം ഇല്ലാതെ ID കാർഡ് ഇല്ലാതെ വന്ന പോലീസുകാർ എന്ന പേരിൽ വന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ SFI പ്രവർത്തകർ ഇതിനെതിരെ പ്രതിഷേധിച്ചത്. സമാധാനപരമായിട്ട് SFI പ്രവർത്തകർ NTA ആസ്ഥാനത്തേക്ക് നടത്തിയ പ്രതിഷേധത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പോലീസും അതുപോലെ തന്നെ SFI പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായത്. അവർ SFI NTA ആസ്ഥാനത്തേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പ്രധാനമായിട്ടും ഇത്തരത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, മാത്രവുമല്ല NTA പിരിച്ചുവിടണം, നീറ്റ് പരീക്ഷാ ക്രമക്കേട്, അതുപോലെ തന്നെ UGC നെറ്റ് പരീക്ഷയിലെ വീഴ്ചകൾ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് NTA പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് SFIയുടെ നേതൃത്വത്തിൽ SFI ദില്ലി സംസ്ഥാന കമ്മിറ്റി ഇത്തരത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. സമാധാനപരമായിട്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു
ആയിരുന്നു അവർ NTA ആസ്ഥാനത്ത് പ്രതിഷേധം നടത്തിയത്. എന്നാൽ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് SFI പ്രവർത്തകർ ശ്രമിച്ചു. അതിനെ തുടർന്ന് പോലീസ് വലിയ തരത്തിലുള്ള മർദ്ദനമാണ് വിദ്യാർത്ഥികൾക്ക് നേരെ അയച്ചുവിട്ടത്. ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് പോലെ മഫ്തിയിൽ എന്ന് അവർ അവകാശപ്പെടുന്ന തരത്തിൽ ID കാർഡോ അതുപോലെ തന്നെ യൂണിഫോമിലോ അല്ലാത്ത പോലീസുകാർ എന്ന് അവകാശപ്പെടുന്നവരാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ മർദ്ദിച്ചത്. അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടി SFI പ്രവർത്തകർ രേഖപ്പെടുത്തുകയുണ്ടായി. പ്രധാനമായും തങ്ങളുടെ സഹപാഠികൾ 22ഓളം വരുന്ന വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്തത്. അവരുടെ നീതിക്ക് വേണ്ടി കൂടിയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ SFI പ്രവർത്തകർ പ്രതിഷേധം നടത്തിയത്. ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ്, വിദ്യാർത്ഥികളുടെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദികൾ ആരാണ് എന്ന് ചോദ്യം ചെയ്തുകൊണ്ടാണ് SFI ഇവിടെ പ്രതിഷേധം നടത്തിയത്. എന്നാൽ ആ പ്രതിഷേധത്തെ അടിച്ചമർത്താനുള്ളൊരു നീക്കമാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. അവസാനം വിദ്യാർത്ഥികളെ, പെൺകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികളെ വലിച്ചയച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഇവിടെ അവരെ അറസ്റ്റ് ചെയ്ത് ഈ NTA ആസ്ഥാനത്ത് നിന്നും നീക്കിയത്. ശരി, ഫെമിനയാണ് ഇതിൽ നിന്ന് വിവരങ്ങൾ നൽകി. എന്തായാലും എതിർസ്വരങ്ങളെ അടിച്ചമർത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം, അതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ NTA ആസ്ഥാനത്തിന് മുന്നിൽ SFI നടത്തിയ പ്രതിഷേധത്തിലും കാണാനായി സാധിച്ചത്. പോലീസ് എന്ന് അവകാശപ്പെട്ട് വന്ന മഫ്തിയിലെത്തിയ ആളുകൾ ID കാർഡ് പോലും കാണിക്കാൻ അവർ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. അവരാണ് എന്തായാലും വിദ്യാർത്ഥികൾക്ക് നേരെ അതിക്രൂരമായ മർദ്ദനം അഴിച്ചുവിട്ട് അവരെ ബലം പ്രയോഗിച്ചപ്പോൾ എന്തായാലും അറസ്റ്റ് ചെയ്ത് സ്ഥലത്ത് നിന്ന് നീക്കിയിരിക്കുന്നത്. ഫെമിനയാണ് വിശദാംശങ്ങൾ നൽകിയത്.